ഒരു കോഴിക്കോടൻ ബിരിയാണി കഥ കേട്ടാലോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം എന്താ ഓർമ്മ വരുന്നത്? എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ബിരിയാണി തന്നെയാണ് കേട്ടോ. അതൊരു ബിരിയാണി ലവർ ആയതുകൊണ്ടാണോ എന്നറിയില്ല. അത് നമ്മുടെ പേരഗണിലെ ബിരിയാണി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ബിരിയാണിയാണ് കേട്ടോ. ആ ടേസ്റ്റിലുള്ള ഒരു ബിരിയാണി ഞാൻ ഇതുവരെ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. ആ കാര്യത്തിൽ ഇവരെ സമ്മതിച്ച് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ എത്ര ടൈമില്ലെങ്കിലും കോഴിക്കോട് പോയി കഴിഞ്ഞാൽ ബിരിയാണി വാങ്ങിച്ച് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് 1:40 ട്രെയിനുണ്ട്. എനിക്ക് ടൈമില്ലെങ്കിൽ കൂടി ഞാൻ ഈ നട്ടപ്പാറ വെയിലത്ത് ഓടുകയാണ് ബിരിയാണി വാങ്ങിക്കാനായിട്ട്. പിന്നെ ബിരിയാണി മേടിച്ച് കൊണ്ടുവരണമെന്ന് ഇവിടെ നാട്ടിൽ നിന്ന് ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ വേറെ ആരുമില്ല, എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ ആൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊണ്ട് കൊടുക്കേണ്ടത് എൻ്റെ കടമയാണല്ലോ. അപ്പോൾ കൂട്ടത്തിൽ എനിക്കൊരു ബിരിയാണിയും കൂടി വാങ്ങിക്കാം. അപ്പോൾ ഈ സമയമില്ലാത്ത സമയത്ത് ഞാൻ ഓടി ബിരിയാണി ഒരെണ്ണം വാങ്ങിച്ചു കിട്ടാം. അപ്പോൾ അങ്ങനെ ഒരു 5 മിനിറ്റ് ഗ്യാപ്പിനാണ് ട്രെയിൻ പിടിച്ചത്. ട്രെയിൻ കിട്ടുമെന്ന് തന്നെ വിചാരിച്ചതല്ല, സമയം അത്ര വൈകിട്ടുണ്ടായിരുന്നേ. കറക്റ്റ് ടൈമിന് തന്നെ ട്രെയിൻ എടുക്കും. ഓടിക്കതച്ച് എത്തിയ ഒരു കോലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരു 3/4 ഭാഗം വെള്ളം ഞാൻ ആ കുപ്പിയിലത്തെ കുടിച്ച് തീർത്തിട്ടുണ്ട്. ബിരിയാണി വീട്ടിലെത്തിയിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മീൻ തലക്കി വെച്ചിട്ടിരിക്കുന്ന പൂച്ചയുടെ അവസ്ഥയായിരുന്നു. കഴിക്കാണ്ടിരിക്കാൻ മനസ്സ് സമ്മതിക്കണില്ല. അവരുടെ ആ ഒരു പാക്കേജിങ് ഉണ്ടല്ലോ, നല്ല സ്റ്റാൻഡേർഡ് പാക്കേജിങ് ആണ് കേട്ടോ. ലീക്കാവാത്ത നല്ല അടിപൊളി പാക്കേജിങ് ആണ്. അപ്പോൾ എനിക്കത് കണ്ടിട്ട് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ അപ്പം തന്നെ അത് പൊട്ടിച്ച് കഴിച്ചു. അതിൻ്റെ ഒപ്പം സാലഡും ചമ്മന്തിയും പിന്നെ ഒരു അച്ചാറും കിട്ടും കേട്ടോ. ഈന്തപ്പഴത്തിൻ്റെ അച്ചാറാണ് അവരെപ്പോഴും കൊടുക്കാറുള്ളത്. അച്ചാറും ചമ്മന്തിയും മാത്രം മതി അത് കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് രണ്ടും കൂടിയിട്ട് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം തന്നെ അത് തുറന്നപ്പോൾ ഉണ്ട് വന്ന ഒരു മണമുണ്ടല്ലോ. ഞാൻ നേരെ നോക്കിയത് എൻ്റെ അപ്പുറത്തേക്ക് നിന്നിരുന്ന ആൾക്കാരെയാണ്. കാരണം എൻ്റെ വായിൽ തന്നെ അതിൻ്റെ മണം തുറന്നപ്പോൾ ആ മണം കാരണം കൊണ്ട് കൊതി വന്നു. അപ്പോൾ ഞാൻ അപ്പം തന്നെ അത് പൊട്ടിച്ച് കഴിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ എക്സ്പ്രഷനൊന്നും മുഖത്ത് വരുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയും ടയേർഡായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നതേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാനത് അപ്പം തന്നെ അത് പൊട്ടിച്ച് കഴിച്ച്. ചിക്കനൊക്കെ എന്ത് സോഫ്റ്റ് ആയിരുന്നു എന്നറിയോ. പാരഗണിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ചിക്കൻ ബിരിയാണി എന്നെ ചോദിച്ച് വാങ്ങിക്കണം കേട്ടോ. അവിടുത്തെ ചിക്കൻ ബിരിയാണിയാണ് സ്പെഷ്യൽ. ബീഫ് ബിരിയാണിക്കും ചിക്കൻ ബിരിയാണിക്കും വേറെ വേറെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ബിരിയാണി ഇതാ ചേട്ടനും ഇങ്ങോട്ട് കൊണ്ടു കൊടുത്തു. അങ്ങനെ ചേട്ടനും ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ നിങ്ങൾ കോഴിക്കോട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരഗണിൽ നിന്ന് ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കണം കേട്ടോ.